Dear students, today we are examining some of additional problems related to debtors turnover ratio. Okay, it is similar to that we have covered in case of stock turnover ratio, but here we are examining some different type of questions. Okay, then this is a simple case. Find debtors turnover ratio. Total sales 6 lakhs, cash sales 2 lakhs, average debtors 50,000. It is a simple question. Debtors turnover ratio we know, net credit annual sales divided by average trade debtors. Net credit annual sales here is cash sales 2 lakhs, total sales 6 lakhs. So 6 minus 2, 4 lakh is credit sales. So 4 lakh divided by average debtors is given 50,000. 4 lakh divided by 50,000 is equal to 4 lakh divided by 50,000 is equal to 8 times. Okay, this answer given is not correct. Okay, this is given as 4. Actually, this is 8 times. 4 lakhs divided by 50,000 is equal to 8. 8 means 8 times. Okay, then another question. Credit sales 3 lakhs. Debtors turnover ratio 6. 6 means 6 times. Closing debtors is 20,000 more than opening debtors. Find closing debtors. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പരിചയമുണ്ട് അല്ലേ? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആദ്യം എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫസ്റ്റ് കാൽക്കുലേറ്റ് ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ്. ഓക്കെ, അവർ ഇക്വേഷൻ ഈസ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ്. Here we have to calculate average trade debtors. Average debtors is equal to, yes, net credit annual sales divided by debtors turnover ratio. So average debtors is equal to net credit sales divided by debtors turnover ratio. Credit sales 3 lakhs ആണ്, divided by debtors turnover ratio 6 times ആണ്. 3 lakhs divided by 6 is equal to 50,000. So average debtors is 50,000. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആണ്. ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഈസ് 20,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. മോർ ദാൻ ആണ്, ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 50,000 ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് ഡിഫറൻസ് 20,000 ഡിവൈഡ് ബൈ 2. ഓക്കെ, 50,000 20 by 2 is 10,000. 50 plus 10 is equal to 60,000. The answer closing stock is 60,000. This problem is similar to that we have already covered in case of stock turnover ratio. Another question. Credit sales 3 lakhs. Debtors velocity is 2 months. You should note that debtors turnover ratio is not given. Debtors velocity is given. Even if it is debtors turnover ratio figure is, നമ്മൾ debtors turnover ratio എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മന്തിലോ ഡേറ്റിലോ ഒക്കെ തരാം. അങ്ങനെയുള്ളത് ഡെറ്റേഴ്സ് വെലോസിറ്റി ആണ്. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഈസ് 20,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഫൈൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കാൽക്കുലേറ്റ് ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ്. ഓക്കെ, ഹിയർ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറുള്ളത്? നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. പക്ഷേ ഇവിടെ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ല തന്നിരിക്കുന്നത്, പീരീഡിലാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഡെറ്റേഴ്സ് വെലോസിറ്റി. അതായത് ഇറ്റ് ഈസ് ദ പീരീഡ് യൂസ്ഡ് ടു കളക്ട്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്പർ ഓഫ് ടൈംസ് ആണ്. ഒരു കൊല്ലം എത്ര തവണ കളക്ട് ചെയ്യുന്നതാണ് പറയുക. ഡെറ്റേഴ്സ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു തവണ കളക്ട് ചെയ്യാൻ എത്ര മാസം സമയമെടുക്കും എന്നുള്ളതാണ്. ഹിയർ ഇറ്റ് ഈസ് ഡെറ്റേഴ്സ് വെലോസിറ്റി. പീരീഡിലാണ് തരുന്നതെങ്കിൽ നമ്മൾ നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ചെയ്യരുത്, പകരം ഇൻറ്റു ചെയ്യുക. ഇൻറ്റു, ഫോർ എക്സാമ്പിൾ ഇവിടെ 2 months ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുക ഇൻറ്റു 2 എന്ന് മാത്രം ചെയ്താൽ ശരിയാവില്ല. 2/12. 10 ദിവസം എന്നാണെങ്കിലോ 10/360. ഓക്കെ, ദെൻ 3 months ആണെങ്കിൽ ഇൻറ്റു 3/12. 5 months ആണെങ്കിൽ ഇൻറ്റു 5/12. 8 ദിവസമാണെങ്കിലോ ഇൻറ്റു 8 ഡിവൈഡ് ബൈ 360. ഓക്കെ, ഹിയർ ആവറേജ് ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് 3 lakhs ഇൻറ്റു 2/12 അല്ലേ? 2/12 എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സ് വെലോസിറ്റി ആണ്. സോ ഈസ് ഈക്വൽ ടു 50,000. ഓക്കെ, 50,000 ആണ് നമ്മുടെ ആവറേജ് ഡെറ്റേഴ്സ് വരിക. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ക്ലോസിംഗ് ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ആവറേജ് ഡെറ്റേഴ്സ് പ്ലസ് ഇവിടെ മോർ ദാൻ ആണ്. ഓക്കെ,
Closing debtors is equal to 50,000 plus 20,000 by 2. 20 by 2, 10,000. 50 plus 10, 60,000 is considered as closing debtors. Okay, another question. എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിൽസ് ഈസ് ഗിവൺ 8,75,000, ഗ്രോസ് പ്രോഫിറ്റ് 4,25,000, പർച്ചേസ് 4,20,000, ട്രേഡ് ക്രെഡിറ്റേഴ്സ് 1,42,000, trade debtors 1,07,000. We are asked with find gross profit ratio, debtors turnover ratio, creditors turnover ratio, average collection period debtors velocity, average payment period creditors velocity. How to calculate this? First, gross profit ratio. GP ratio is equal to gross profit divided by net sales into 100. Gross profit here we have to given it 4,25,000. Sales is also given 8,75,000. Okay, into 100. 4,25,000 into 8,75,000 into 100 is equal to 48.57%. There is no confusion. Okay, second case is debtors turnover ratio. Debtors turnover ratio is equal to net credit annual sales divided by average trade debtors. ഓക്കെ, ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ് ഇല്ല, അതിൻ്റെ അർത്ഥം എല്ലാ സെയിൽസും ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസിൽ 8,75,000, ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ആവറേജ് 1,07,000. ഓക്കെ, 8.18 times. Then creditors turnover ratio. Net credit annual purchase is given 4,20,000 divided by average trade creditors 1,42,000. Okay, is equal to 2.96 times. Average collection period നമുക്കറിയാം 365 divided by debtors turnover ratio. 365 divided by 8.18, 45 days. അതുപോലെ ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് 365 divided by creditors turnover ratio 2.96 കൊണ്ട് ഡിവൈഡ് ചെയ്യുക is equal to 123 days. These are direct questions. Nothing to be worried. Then another question. Gross profit ratio 25%. Then stock turnover ratio is 4 times. Debtors turnover ratio, it is 4 months. It is not given in times, it is given in months. Creditors turnover ratio 6 months. Closing stock, cost of goods sold 9 lakhs, bills receivable, bills payable, closing stock is 10,000 more than opening stock. Find sales, closing stock, sundry debtors, and one more item is there. It will be in the next slide. Okay, this is a big type of question. We have to find the different items, and this is indirect because stock turnover ratio is given in times, debtors and creditors turnover ratio is given in months. These are velocities. Okay, let us examine. First, we are asked with the calculation of sales value. Here in this case, on the right side there is the question. The question is there on the right side. Okay, then sales is calculated. Here we have cost of goods sold 9 lakhs, and gross profit ratio is also given 25%. Okay, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 25 കോസ്റ്റ് ആണോ സെയിൽസ് ആണോ എന്ന് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് അല്ല, സെയിൽസ് ആണ്. സെയിൽസിൻ്റെ മുകളിലാണല്ലോ ഗ്രോസ് പ്രോഫിറ്റ് കാണാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് തന്നിരിക്കുന്നത് 9 lakhs, സെയിൽസ് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സെയിൽസ് കിട്ടാൻ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് രണ്ടും ആഡ് ചെയ്താൽ കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഗിവൺ 9 lakhs, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് നോട്ട് ഗിവൺ. സോ നമ്മൾ ചെയ്യേണ്ടത് ഈ 25% ഓൺ സെയിൽസ് ആണ്. ഇതിനെ കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം സെയിൽസ് പെർസെൻറ്റേജിൻ്റെ കോസ്റ്റിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക 25% ഓൺ സെയിൽസ് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 100 മൈനസ് 25. ഓക്കെ, then is equal to 25 by 75 into 100. 33.33% ആണ് എന്തെന്ന് പറയുന്നത് ഈ ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ്. സോ 9 lakhsൻ്റെ 33.33% എന്ന് പറയുമ്പോൾ 3 lakhs ആണ് വരിക. സോ ഹിയർ സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഗ്രോസ് പ്രോഫിറ്റ്. കോസ്റ്റ് 9 lakhs, ഗ്രോസ് പ്രോഫിറ്റ് 3 lakhs, total 12 lakhs is sales. Then the second item is
calculation of closing stock. It is calculated from stock turnover ratio. Second item, stock turnover ratio 4 times എന്ന് തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ അല്ലേ ഈ ബേസ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ബേസ് എടുക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൾറെഡി ഇൻ ദ ക്വസ്റ്റൻ 9 lakhs ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണാം. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഫസ്റ്റ് കാൽക്കുലേറ്റ് ആവറേജ് സ്റ്റോക്ക്. Average stock is equal to cost of goods sold divided by stock turnover ratio. That is 9 lakhs divided by 4. 4 times ആണ്, no problems. Okay, is equal to 2,25,000. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് കാണേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 10,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. മോർ ദാൻ കേസാണ്, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഇക്വൽ ടു 2,25,000 പ്ലസ് ഡിഫറൻസ് ബൈ 2. ഡിഫറൻസ് 10,000 ആണ്. സോ 225 ബൈ പ്ലസ് 5 ഈസ് ഇക്വൽ ടു 230. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടി 2,30,000. ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെ കിട്ടും? 2,25,000 മൈനസ് 10,000 ബൈ 2. ഡിഫറൻസ് അല്ലേ മൈനസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈസ് ഇക്വൽ ടു 2,20,000 ആണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ കേസിൽ വരിക. ദെൻ തേർഡ് ഐറ്റം ഈസ് കാൽക്കുലേഷൻ ഓഫ് സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സുമായി റിലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 4 months ആണ്. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 4 months. ദെൻ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടില്ല, പകരം സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. 12 lakhs, 9 + 3 12 lakhs ഫസ്റ്റ് ഐറ്റമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന് ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കാൽക്കുലേറ്റ് ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ്. ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 4 months ആണ്. സോ ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഇവിടെയുള്ള പ്രശ്നം ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ മന്ത്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ ചെയ്യരുത്, പകരം ഇൻറ്റു 4/12. 4 മാസമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് അല്ലേ 12 lakhs അല്ലെങ്കിൽ സെയിൽസ് 12 lakhs, നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് എന്നുള്ളത് നമ്മൾ 12 lakhs ആണ് എടുക്കുക. 12 lakhs ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്യരുത്, മന്ത്സിലാണ് തന്നിരിക്കുന്നത്. പകരം 12 lakhs ഇൻറ്റു 4/12 4 മാസമാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 lakhs അല്ലേ. 12 lakhs ഇൻറ്റു 4/12 ഇറ്റ് ഈസ് 4 lakhs. 4 lakhs എന്ന് പറയുന്നത് ആവറേജ് ട്രേഡ് ഡെറ്റേഴ്സാണ്. We have one item given, bills receivable 65,000. ഈ 65,000 കൂടി ഉൾപ്പെടുന്ന ഐറ്റമാണ് 4 lakhs. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സൺട്രി ഡെറ്റേഴ്സാണ്. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡ് ഡെറ്റേഴ്സിൽ എന്തൊക്കെ ഉൾപ്പെടും? സൺട്രി ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ഉൾപ്പെടും. ബിൽസ് റിസീവബിൾ 65,000 ആണ്. അങ്ങനെയാണെങ്കിൽ സൺട്രി ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ട്രേഡ് ഡെറ്റേഴ്സ് മൈനസ് ബിൽസ് റിസീവബിൾ. അതായത് 4 lakhs മൈനസ് 65,000 is equal to 3,35,000. Another item, similar item ആണ് sundry creditors കാൽക്കുലേറ്റ് ചെയ്യുക. Sundry creditors can be calculated using creditors turnover ratio. Creditors turnover ratio in the question is 6 months. ഇതും ടൈംസിലല്ല തന്നിരിക്കുന്നത്, മന്ത്സിലാണ്. ഓക്കെ, മനസ്സിലാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് ആനുവൽ സെയിൽസ് അല്ല, പർച്ചേസ് ആണ്. നെറ്റ് ക്രെഡിറ്റ് ആനുവൽ പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇവിടെ സെയിൽസ് അല്ല വരിക, പർച്ചേസ് ആണ്. Then net credit annual purchase divided by average trade creditors. So average trade creditors is equal to net credit annual purchase divided by creditors turnover ratio. Okay, credit purchase തന്നിട്ടുണ്ടോ? ക്രെഡിറ്റ് പർച്ചേസ് തന്നിട്ടില്ല, പകരം എന്തൊക്കെ തന്നിട്ടുണ്ട്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്, 9 lakhs ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 22,000 2,20,000 2,30,000 കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കേസിൽ പർച്ചേസാണ് കാണേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഈ പർച്ചേസാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ചെയ്യുന്ന ആഡ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ലെസ് ചെയ്യുക, ലെസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ആഡ് ചെയ്യുക. അതായത് ക്രെഡിറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സാധാരണ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുകയല്ല ചെയ്യുക, പകരം ലെസ് ചെയ്യുക. മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുന്നതിന് പകരം ആഡ് ചെയ്യുക. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദാറ്റ് ഈസ് 9 lakhsൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക. ആൻസർ ഈസ് 9,10,000.
സോ ക്രെഡിറ്റ് പർച്ചേസ് ഈസ് 9,10,000. ഇനി നമ്മൾ സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റൻ ഉപയോഗിക്കുക. ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് ആനുവൽ പർച്ചേസ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇവിടെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ മന്തിലാണ് തന്നത്, അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9,10,000 ഇൻറ്റു 6/12 6 months ആണ്. സോ ഈസ് ഈക്വൽ ടു 4,55,000. 4,55,000 എന്ന് പറയുമ്പോൾ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സാണ്. ഈ ട്രേഡ് ക്രെഡിറ്റേഴ്സിൽ നിന്ന് ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഐറ്റം ലെസ് ചെയ്യുക. ബാലൻസ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സോ സൺട്രി ക്രെഡിറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ട്രേഡ് ക്രെഡിറ്റേഴ്സ് മൈനസ് ബിൽസ് പേയബിൾ. 4,55,000 മൈനസ് 80,000 ഈസ് ഈക്വൽ ടു 3,75,000. ഓക്കെ. Being a video class, we have covered a lot of problems with few time. Even though our time has moved to 15 minutes, more than 15 minutes. So you try all these problems. If you have any problems, you just WhatsApp me the question, and also your doubts can be WhatsApped. I will give you timely answer. Okay, thank you very much.